DGMO സംയുക്ത വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്ത്യയുടെ പ്രതിരോധം എങ്ങനെയായിരുന്നത് ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാക് സേന ഭീകരർക്കൊപ്പം, കാരണം ഇന്ത്യ തിരിച്ചടിച്ചത് ഭീകരത്താവളങ്ങൾക്കാണ്, ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു. പക്ഷേ പാക് സേന അത് സേനയ്ക്കെതിരായ ആക്രമണമായി ഏറ്റെടുക്കുകയും ഭീകരർക്കു വേണ്ടി ഇന്ത്യയിലേക്ക് തിരിച്ചു വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു എന്ന രൂപത്തിലാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത്, അതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ തെളിവുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയിരിക്കുന്നത്. സമുദ്രാതിർത്തിയിൽ ഏരിയൽ സർവേ ശക്തമാക്കിയിരിക്കുന്നു. ഇനി പ്രതിരോധം ശക്തമാണ് എന്നുള്ള കാര്യം മാത്രമല്ല, അടുത്ത യോഗത്തിന് പോകാനായി 5 മണിക്കാണ് ഇനി പാകിസ്ഥാനുമായുള്ള ചർച്ച. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. PR സുനിലുണ്ട് വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ഭീകരർക്ക് വേണ്ടിയാണ് പാക് സേന ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത്, ഇതാണല്ലോ പ്രധാനമായും പറഞ്ഞ കാര്യം. അതോടൊപ്പം ആക്രമണം ഏത് രൂപത്തിൽ, ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചു, അതിനെ എങ്ങനെയൊക്കെ ശക്തമായി പ്രതിരോധിച്ചു എന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളും നിരത്തിയിരിക്കുന്നു അല്ലേ? സ്മൃതി, തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വ്യാജ പ്രചരണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സേനകൾ ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വീണ്ടും നടത്തിയിരിക്കുന്നത്. 3 സേനകളുടെയും DGമാരാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 3 സേനകളുടെയും, കരസേനയുടെയും വായുസേനയുടെയും നാവികസേനയുടെയും DGമാർ ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ഏതായാലും പാകിസ്ഥാന് ഏത് സാഹചര്യത്തിലാണ് ശക്തമായ മറുപടി നൽകിയത് എന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു. ഭീകരർക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. എന്നാൽ പാകിസ്ഥാൻ ഈ ഭീകരർക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ പ്രഹരശേഷിയുള്ള ചൈനീസ് നിർമ്മിത, തുർക്കി നിർമ്മിത മിസൈലുകൾ വരെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. ഏതായാലും ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർത്തു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു പ്രതിരോധ മതിലായി തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ പാകിസ്ഥാൻ പ്രയോഗിച്ച എല്ലാ പ്രഹരവും ശക്തമായി പ്രതിരോധിച്ചു. പാകിസ്ഥാന്റെ മിസൈലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ വെടിവെച്ചിട്ടു. അങ്ങനെ പാകിസ്ഥാന് ഒരു നാശനഷ്ടവും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിർത്തി സംസ്ഥാനങ്ങളിലെ ഒരു വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിൽ, വ്യോമതാവളങ്ങളിലോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളിലോ എന്തെങ്കിലും ഒരു നാശനഷ്ടമുണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. ഏതായാലും പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയെന്നാണ് സേനകൾ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഏത് രീതിയിലാണ് പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയത്, അതിൻ്റെ ദൃശ്യങ്ങൾ വരെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ സേനകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ മിസൈലുകൾ ഉപയോഗിച്ച് വ്യോമമാർഗത്തിൽ മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തന്ത്രപ്രധാന മേഖലകളൊക്കെ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ ഭീകര ക്യാമ്പുകൾ എങ്ങനെയാണ് ആക്രമിച്ചത് എന്നതിൻ്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് പാകിസ്ഥാനിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ഇപ്പോൾ സേന വിശദീകരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ല, പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സേനകൾ വിശദീകരിക്കുകയാണ്. അതായത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്കായിരിക്കും ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ DGMO യോഗം നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. നേരത്തെ 12 മണിക്കായിരുന്നു DGMO യോഗം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 2:30 മണിക്ക് വാർത്താ സമ്മേളനവുമായിരുന്നു. ഏതായാലും DGMO യോഗം നീണ്ടുപോയതാണ്. വൈകിട്ട് 5 മണിക്കായിരിക്കും ഇനി നടക്കുക. ഏതായാലും DGMO യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഒരിക്കൽ കൂടി സേനകളുടെ DGമാർ ഈ വാർത്താ സമ്മേളനം നടത്തി അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ മേഖലയിലും കനത്ത സുരക്ഷാ ജാഗ്രതയിൽ മുന്നോട്ട് പോകാനായി യുദ്ധസമാനമായ സാഹചര്യം മുന്നിൽ കണ്ട് സേനകൾ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിന്നു. സമുദ്ര അതിർത്തിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നാവികസേനയും ഒരുക്കി. അവിടെ ഏരിയൽ സർവേ അടക്കം ശക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണവും ഇന്ത്യക്ക് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ കരുതലിൽ സേന മുന്നോട്ട് പോയി. എല്ലാ ആയുധങ്ങളും, മിസൈലുകളടക്കമുള്ള എല്ലാ ആയുധങ്ങളുടെയും പ്രവർത്തനശേഷി ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉറപ്പുവരുത്തി എന്നുകൂടി സേനകൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഏത് അടിയന്തര സാഹചര്യത്തെയും ഇനിയൊരു അടിയന്തരമായി ഒരു നീക്കം നടത്തേണ്ടി വന്നാൽ പോലും അതിന് സേന സജ്ജമാണ് എന്ന് വിശദീകരിക്കാൻ കൂടിയാണ് ഏതായാലും ഇപ്പോൾ 3 സേനകളുടെയും അതിർത്തിയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ്. ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെ മറികടന്ന്
ഒരാക്രമണവും സാധ്യമല്ല എന്ന് പറയുന്നതിനൊപ്പം വർഷാവർഷം കേന്ദ്ര സർക്കാർ ഈ സൈനിക ബലം കൂട്ടുന്നതിനായി സൈനിക സംവിധാനം ബലപ്പെടുത്തുന്നതിനായി നീക്കിവെക്കുന്ന തുക അതെത്രത്തോളം സഹായകമാണ് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അല്ലേ? സ്മൃതി, തീർച്ചയായും അതിർത്തിയിൽ വലിയ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. അത് മറികടന്നുകൊണ്ട് ഒരു ആക്രമണവും ഇന്ത്യയിലേക്ക് നടത്താൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നാണ് സേനകൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫും ഇവിടെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഏത് രീതിയിലാണ് വ്യോമ റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്നത് കാണിച്ച്. ഇനി അത് മറികടന്ന് വന്നാൽ പോലും ഒരു മിലിറ്ററി താവളത്തിലേക്കും ആ ഒരു ആക്രമണം എത്താത്ത തരത്തിൽ അവിടെയും പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നാണ് സേനകൾ വിശദീകരിക്കുന്നത്. അതായാലും സേനകളുടെ പ്രവർത്തനത്തിനും സേനകൾ കൂടുതൽ ശക്തമാക്കുന്നതിനും അതിൻ്റെ കൂടുതൽ ആധുനികവൽക്കരണത്തിനും ഒക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് കിട്ടുന്നത് എന്നും ഏതായാലും ആ ഒരു പിന്തുണ കൂടുതൽ ശക്തമായി കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് സേനകൾക്ക് കരുത്താണ് എന്നുകൂടി ഇപ്പോൾ സേനാ തലവന്മാർ വ്യക്തമാക്കുകയാണ്. അതായാലും ഈ ഒരു നിലവിലെ ഒരു സാഹചര്യം എന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സേനകൾ വലിയ ഒരുക്കം നടത്തി നിലവിലുള്ള ആയുധങ്ങളുടെ എല്ലാം ശേഷി വിലയിരുത്തി അതിൻ്റെ എല്ലാം പ്രഹരശേഷി ഉറപ്പുവരുത്തി ഇനിയൊരു ഏത് നിമിഷവും ഇനി എന്തെങ്കിലും ഒരു പ്രതിരോധ നീക്കത്തിലേക്ക് സേനയ്ക്ക് നീങ്ങേണ്ടി വന്നാൽ അതിന് സേന സജ്ജമാണ് എന്ന് ഇപ്പോൾ സേന DGമാർ വ്യക്തമാക്കുന്നതിലൂടെ തീർച്ചയായും പാകിസ്ഥാന് വലിയൊരു മുന്നറിയിപ്പ് ഏതായാലും നൽകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ സേനാ DGമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാന് തന്നെയാണ് എന്നുകൂടി സേനാ DGമാർ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഈ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കും ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കും എതിരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ആ ഭീകരർക്ക് വേണ്ടി പാകിസ്ഥാൻ നിലകൊള്ളുകയും പിന്നീട് ആ ഭീകരർക്ക് വേണ്ടി ഇന്ത്യയെ ആക്രമിക്കുകയുമായിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിയാണ് നൽകിയത്. അങ്ങനെ ഭീകരവാദത്തിനെതിരെ ഭീകര നീക്കത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഒരു പോരാട്ടത്തെ പാകിസ്ഥാൻ എതിർത്തതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ആ അർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും പാകിസ്ഥാന് മാത്രമാണ് എന്നുകൂടി ഇപ്പോൾ സേന DGമാർ വ്യക്തമാക്കുകയാണ്. അതായത് പാക് ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം പാക് സേനയ്ക്ക് മാത്രമാണ്, പാകിസ്ഥാന് മാത്രമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം സുനിൽ, ഇപ്പോൾ ചൈനീസ് നിർമ്മിത മിസൈലുകൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും നൽകുന്നു. അതോടൊപ്പം തുർക്കിയുടെ സഹായവും ആയുധത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനുണ്ടല്ലോ, ഡ്രോണുകൾ, അത് തകർത്തതിന്റെ കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടില്ലേ? സ്മൃതി, തീർച്ചയായും അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. PL-15 ചൈനീസ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ചായിരുന്നു പ്രധാനമായും ഇന്ത്യയുടെ മിലിറ്ററി താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ പ്രധാനമായും ശ്രമിച്ചത്. ആ മിസൈലിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ തകർന്നു കിടക്കുന്ന മിസൈലിൻ്റെ ഭാഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ തന്നെ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു. ഒപ്പം തന്നെ തുർക്കി നിർമ്മിതമായ ഡ്രോണുകളും വലിയ തോതിൽ വ്യാപകമായി നിരീക്ഷണത്തിനും ആക്രമണത്തിനുമായി പാകിസ്ഥാൻ ഉപയോഗിച്ചു. ഏതായാലും അതും തകർത്തു. അതും ഏതാണ്ട് എല്ലാ ഡ്രോണുകളും തകർത്തു. ആദ്യ ദിവസം നമുക്കറിയാം 300 മുതൽ 400 ഡ്രോണുകൾ വരെയാണ് ഇന്ത്യയുടെ 26 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ പ്രയോഗിച്ചത്. അതെല്ലാം പ്രതിരോധിച്ചു. രണ്ടാം ദിവസവും സമാനമായ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ആവർത്തിച്ചു. ഏതായാലും ഈ എത്രത്തോളം പാകിസ്ഥാന് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് തെളിവ് സഹിതം ഇന്ന് വിശദീകരിക്കുകയായിരുന്നു 3 സേനാ DGമാർ. ഈ മിസൈലുകൾ, പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിതമായ PL-15 മിസൈലിൻ്റെ അടക്കമുള്ള ഭാഗങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തുർക്കി നിർമ്മിതമായ ഇത്തരത്തിലുള്ള മിസൈലിൻ്റെയും ഡ്രോണുകളുടെയും ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു. അങ്ങനെ തെളിവ് സഹിതമാണ് എന്തൊക്കെ നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് എന്ന് ഇന്ന് സേനകൾ വിശദീകരിച്ചത്. പാക് വ്യോമത്താവളങ്ങൾക്കുള്ള നാശനഷ്ടങ്ങൾ പാക് മാധ്യമങ്ങൾ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുനിൽ, ഇപ്പോൾ കറാച്ചി വ്യോമത്താവളം ആക്രമിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുക കൂടിയല്ലേ ചെയ്തിരിക്കുന്നത്?
തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം തന്നെയാണ് സേനകളുടെ ഭാഗത്തു നിന്ന്. ഇന്നലെ ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ ലാഹോറിലുമൊക്കെ തന്നെ ആക്രമണം നടത്തിയത് സേനകൾ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് കറാച്ചിയിലും ആക്രമണം നടത്തിയതായി ഇപ്പോൾ സേന സ്ഥിരീകരിക്കുന്നത്. കറാച്ചിയിലെ വ്യോമതാവളത്തിൽ കൂടി ആക്രമണം നടത്തി എന്നുകൂടി സേനകൾ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അന്ന് സേനകൾ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അന്നൊരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു, ഒരു പോർമുഖത്തായിരുന്നു ഇന്ത്യൻ സേനകൾ. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് അന്ന് സേനകൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചത്. ഏതായാലും ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ആക്രമണം നടത്തി എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ടാണ് സേനകളുടെ ഇപ്പോൾ രണ്ടാം വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടത്തിയ സേനാ DG-മാരുടെ വാർത്താ സമ്മേളനത്തിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് നടന്ന രണ്ടാം വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സേനകൾ നൽകുകയാണ്. ഏതായാലും ആ ഒരു വിവരത്തിലാണ് ഇപ്പോൾ കറാച്ചിയിലെ വ്യോമതാവളം കൂടി ആക്രമിച്ചതായി ഇപ്പോൾ സേനകൾ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും അവിടുത്തെ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ സേന സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ആകാശ് സിസ്റ്റമാണ്. പാകിസ്ഥാന്റെ ചൈനീസ് മിസൈലുകൾ ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ ആകാശ് സിസ്റ്റം പ്രയോഗിച്ചു എന്ന കാര്യം കൂടി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. സുനിൽ, തീർച്ചയായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആകാശ് മിസൈൽ ഉപയോഗിച്ചാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചത് എന്നുകൂടി ഇപ്പോൾ സേനകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്താനാകില്ല, അത് സൈനിക രഹസ്യമാണ് എന്നുകൂടി ഈ സേന DG-മാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ആകാശ് മിസൈൽ അടക്കം ഉപയോഗിച്ചുള്ള ശക്തമായ പ്രതിരോധം തീർത്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചു. അത് ഒരു പ്രതിരോധ മതിലായി തന്നെ പ്രവർത്തിച്ചു. ആകാശത്ത് പ്രതിരോധ മതിലായി പ്രവർത്തിച്ച് പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചു എന്ന് സേനകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ നടത്തിയ എല്ലാ നീക്കങ്ങളെയും പൂർണ്ണമായി തന്നെ പരാജയപ്പെടുത്തി. അത് പരാജയപ്പെട്ടപ്പോഴാണ് പാകിസ്ഥാൻ സിവിലിയൻ മേഖലകളിലേക്കും ഗുരുദ്വാര പോലുള്ള മതസ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്തിയത്. ഏതായാലും അത്തരം നീക്കത്തെയും ശക്തമായി പ്രതിരോധിച്ചു. ചില നാശനഷ്ടങ്ങൾ മാത്രമാണ് ഏതായാലും പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിൽ ഇന്ത്യയിൽ ഉണ്ടായത് എന്നുകൂടി ഇപ്പോൾ മൂന്ന് സേനകളും വ്യക്തമാക്കുകയാണ്. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായത് എന്നിപ്പോൾ ഇന്ത്യൻ സേന സ്ഥിരീകരിക്കുകയാണ്. അത് തെളിവ് സഹിതം സേനകൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് നൽകിയ പ്രഹരത്തിൽ വലിയ വിജയം നേടി എന്ന് സേനകൾ സ്ഥിരീകരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ എല്ലാ തെളിവുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ ഇതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സേനകളുടെ രണ്ടാം വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ സേന വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സേനയുടെ എല്ലാ ശേഷിയും പരിശോധിക്കുകയും ആയുധശേഷിയൊക്കെ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്ത് സേന മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് DG-MO തല ചർച്ച ഇപ്പോൾ പാകിസ്ഥാനുമായി നടത്തുന്നതിന് തൊട്ട് മുൻപായി തന്നെ പാക് സേന ഭീകരർക്കൊപ്പം നിലകൊള്ളുന്നു. ഭീകരർ താവളങ്ങൾ ആക്രമിച്ചപ്പോൾ അത് പാകിസ്ഥാനെതിരായ ആക്രമണമായി നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ള ഇന്ത്യയുടെ നിലപാടാണ്. അത് ഈ ചർച്ചയിലും പ്രധാനമായും ഇന്ത്യ ഉന്നയിക്കുന്ന വിഷയമാകില്ലേ? തീർച്ചയായും പാകിസ്ഥാൻ സേന ഭീകരവാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നത് ഇന്ത്യയുടെ നിലപാടാണ്. അത് നേരത്തെ തന്നെ ഇന്ത്യ ശക്തമായി വ്യക്തമാക്കുന്നതാണ്. കാരണം പാക് സൈന്യത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഭീകര സംഘടനകൾക്ക്, ഭീകരവാദികൾക്ക് ഇന്ത്യൻ മണ്ണിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ കഴിയുകയുള്ളൂ എന്നത് ഇന്ത്യൻ സൈന്യത്തിന് വളരെ വ്യക്തമായി അറിയാം. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് എത്തിയ ഭീകരർ പോലും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ അനുമതിയോടെയാണ് വന്നത്, അവരുടെ നിരീക്ഷണത്തോടെയാണ് വന്നത്. ഈ ഒരു നിയന്ത്രണ രേഖ കടന്നു വരണമെങ്കിൽ ഈ ഭീകരവാദികൾക്ക് പാക് സൈന്യത്തിൻ്റെ അനുമതി വേണം എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ പാക് സൈന്യത്തിൻ്റെ മൗനാനുവാദത്തോടെ തന്നെയാണ് ഭീകരവാദികൾ ഇന്ത്യയിലെത്തുകയും ഭീകരാക്രമണം നടത്തുകയും ഇത്തരത്തിൽ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ മണ്ണിൽ, പാക് അധീന കശ്മീരിൽ ഒക്കെ തന്നെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് പാക് സൈന്യത്തിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. മുഴുവൻ സീനിയർ ഉദ്യോഗസ്ഥർ, പാക് സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദിനായാലും ലഷ്കർ-ഇ-തൈബ ആയാലും എല്ലാ ഭീകര സംഘടനകളുമായും അവിടുത്തെ സൈന്യത്തിന് അടുത്ത ബന്ധമാണുള്ളത്. സൈന്യവും ഭീകര സംഘടനകളും ഒന്ന് തന്നെയാണ്. ഏതായാലും ആ കാര്യം ആവർത്തിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സേനാ DG-മാർ വ്യക്തമാക്കുകയാണ്. അത് ഇന്ത്യയുടെ നിലപാടാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന DG-MO-മാരുടെ യോഗത്തിൽ തീർച്ചയായും ആ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. ഇപ്പോൾ ഇതിൽ വിശകലനവുമായി പ്രതികരണങ്ങൾ കൂടി തേടുകയാണ് വിദേശകാര്യ വിദഗ്ധൻ